എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 7 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ 2021 ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ബോക്സ് ഓഫീസിൽ വിജയിച്ച ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയ ആദ്യത്തെ സിനിമ കൂടിയാണല്ലോ രേഖാചിത്രം. ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനാക്കി തിയേറ്ററുകളിലേക്ക് ജനുവരി മാസം 9 റിലീസിനെത്തി ഗംഭീരമായിട്ടുള്ള ഹെവി പോസ്റ്റ് അഭിപ്രായങ്ങൾ നേടി. നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ആദ്യമേ തന്നെ ചിത്രത്തിൻ്റെ ആദ്യ 4 ദിവസത്തെ ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10,69,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 2,21,00,000 ഓവർസീസിൽ 13,60,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 26,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇനി 5 ദിവസമായി ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 5 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 2 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 12,70,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം രേഖാചിത്രം എന്ന സിനിമയുടെ 5-ാം ദിവസമായി ഇന്നലത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 4 കോടിയോളം രൂപയാണ് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ 5 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 31 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും വിജയിച്ച സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കൂ. അടുത്ത സിനിമ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഉണ്ണിമൂന്നിൻ്റെ കരിയറിലെ ആദ്യത്തെ 100 കോടി ക്ലബിൽ കയറിയ സിനിമ കൂടിയാണല്ലോ മാർക്കോ. ഹനീഫ് അദേനയുടെ സംവിധാനത്തിൽ ഉണ്ണിമൂന്നിനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് റിലീസിനെത്തി ക്രിസ്മസ് വിന്നറായി മാറുകയും അതുപോലെ തന്നെ ഉണ്ണിമൂന്നിൻ്റെ കരിയറിലെ ആദ്യത്തെ 100 കോടി ക്ലബിൽ കയറുന്ന സിനിമ കൂടിയായി മാറിയ മാർക്കോ എന്ന സിനിമ നിലവിൽ 25 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ചിത്രത്തിൻ്റെ ആദ്യ 24 ദിവസത്തെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 24 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 77,70,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 33,30,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 24 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ. ഈ 100 കോടിയിൽ 80 കോടി രൂപയും മലയാളം വേർഷനും അതുപോലെ തന്നെ ബാക്കി 20 കോടി രൂപ ഡബ്ഡ് വേർഷനിൽ നിന്നുമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ചിത്രത്തിൻ്റെ 25 ദിവസമായി ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 15 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ 25 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 42,60,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിൻ്റെ ആദ്യ 25 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 1,50,00,000 എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ സംക്രാന്തി പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസിനെത്തിയ തെലുങ്കിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ രാം ചരൺ നായകനായെത്തി ശങ്കർ സംവിധാനം ചെയ്ത ഗെയിം ചേഞ്ചർ. ആ ദിവസം മുതൽ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 4 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ചിത്രത്തിൻ്റെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം ചിത്രം 80 കോടി രൂപയും 2-ാം ദിവസം 28 കോടി രൂപയും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. 3-ാം ദിവസമായ ഞായറാഴ്ച ചിത്രം 22 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യം 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 130 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 4-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 140 കോടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. 220 കോടിക്ക് തിയേറ്ററായിട്ട് വിറ്റഴിക്കപ്പെട്ട സിനിമ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഫൈനൽ കളക്ഷനായിട്ട് നേടേണ്ടത് 440 കോടിക്ക് മുകളിൽ രൂപയാണ്. നിലവിൽ ഈ ഒരു ട്രെൻഡ് അനുസരിച്ചാണ് ചിത്രം പോകുന്നതെങ്കിൽ ചിത്രം അതിൻ്റെ പകുതി പോലും എത്തിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 25 ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ 3D പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് മൂവിയാണല്ലോ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത ബാരോസ്. ആദ്യ ദിവസം മുതൽ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ ഇപ്പോൾ ഇതാ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 18 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രം ബോക്സ് ഓഫീസ് വേർഡിറ്റനുസരിച്ച് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പരാജയമാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ 2021 ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ആദ്യത്തെ മലയാള സിനിമയാണല്ലോ ടോവിനോ തോമസ് നായകനെത്തിയ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയായ ഐഡൻറ്റിറ്റി. ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ 11 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ 11 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 16 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഫാമിലി കോമഡി മൂവിയാണല്ലോ എന്ന് സ്വന്തം പുണ്യാളൻ.
നിലവിൽ 3 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ ആദ്യ 3 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 1,90,00,000 എത്തിയിരിക്കുകയാണ്. 4 ദിവസമായി നല്ല കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 2 കോടിയും കടന്നിരിക്കുകയാണ്. അപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഒരു ഡീസൻറ്റ് തുടക്കമാണ് ചിത്രത്തിന് കിട്ടിയതെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ അത്ര നല്ല തുടക്കമല്ല ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. കാത്തിരിക്കും ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ വർഷം ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ റൈഫിൾ ക്ലബ്ബ്. നിലവിൽ 25 ദിവസത്തെ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 18 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 25 ദിവസങ്ങൾ കൊണ്ട് 28,25,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അപ്പോൾ കളക്ഷൻ പ്രകാരം ചിത്രം അത്രയും വലിയൊരു വിജയമല്ല എങ്കിൽ പോലും ചിത്രം ഒരു ഡീസൻറ്റ് കളക്ഷനിലേക്ക് വേൾഡ് വൈഡ് കളക്ഷൻ ചിത്രത്തിൻ്റെ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമ ഈ വരുന്ന ജനുവരി മാസം 16-ാം തീയതി ചിത്രം OTT ചെയ്യാനൊരുങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.